Hello everyone, welcome to Guideline Education. സെക്ഷനിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, ന്യൂട്രീഷൻ എന്താണ്, ഫുഡ് ഗ്രൂപ്പ്സുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഗ്രൂപ്പുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെയിലി നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഫുഡിൽ എത്രത്തോളമാണ് ഓരോ എലമെൻസും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്ററി അലവൻസ് ഉണ്ട്, RDA എന്ന് പറയും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, RDA റെഫേഴ്സ് ടു ആവറേജ് ഡെയിലി ഡയറ്ററി ഇൻടേക്ക് ലെവൽ. അതായത് നമ്മൾ ഓരോ ദിവസവും എത്രത്തോളം എലമെൻറ്റ്സ് ആണ്, അതായത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറൽസ്, അങ്ങനെ ഓരോ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ നമ്മുടെ ഫുഡിൽ. ഓരോന്നും എത്രത്തോളമാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് ലെവൽ നമുക്ക് പറഞ്ഞു തരുന്നതിനെയാണ് നമ്മൾ RDA എന്ന് പറയാം. ഓക്കെ, ഇറ്റ് മീറ്റ് ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ഓഫ് നിയർലി ഓൾ ഹെൽത്തി ഇൻഡിവിജ്വൽ. ഇറ്റ് ഈസ് സെറ്റ് ബേസ്ഡ് ഓൺ ഏജ്, ജെൻഡർ ആൻഡ് ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ്. Used to assess and plan dietary intake, help to prevent nutritional deficiency. അപ്പോൾ നമ്മൾ ഓരോ ന്യൂട്രിയൻസും, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ചില കണ്ടൻറ്റ് കൂടുതലായിരിക്കും, മിനറൽസോ വൈറ്റമിൻസോ ഒന്നും തീരെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ എന്താവും, ആ ഒരു ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി ആവും അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോന്നും എത്ര അളവാണ് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ഓവർ ആവാതെ എന്നാൽ ഡെഫിഷ്യൻ്റ് ആവാണ്ട് ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RDA യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് RDAയുടെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം. അത് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആണ്. അതുപോലെ തന്നെ ബയോ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസിനെയും കൂടെ അതെന്ത് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകളുടെയും ഏജ്, ജെൻഡർ, അവരുടെ ആക്ടിവിറ്റി ലെവലിനനുസരിച്ചിട്ട് RDA ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരാളുടെ കറൻറ്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ അതെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകളും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈന് RDA ത്രൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് RDAയുടെ ആപ്ലിക്കേഷൻ, അത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഡ് ഇൻ പ്ലാനിങ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്, ബേസിസ് ഫോർ ന്യൂട്രീഷണൽ ലാബിലിംഗ്, ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ബാലൻസ്ഡ് ഡയറ്റ്, യൂസ്ഡ് ഇൻ എ ന്യൂട്രീഷണൽ എഡ്യൂക്കേഷൻ, അസിസ്റ്റ് ഇൻ അസസിങ് ഡയറ്ററി അഡ്വക്കസി. അതൊക്കെയാണ് RDAയുടെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് കേട്ടോ. ഇനി ICMR RDA for Indians. Okay, ICMR provide specific RDA for Indians. കൺസിഡർ ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഇന്ത്യയുടെ ഫുഡ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈലാണ് അല്ലേ. ഭയങ്കര സ്പൈസസും അതുപോലെ ഒരുപാട് ഫ്ലേവേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ്, ഒരു ഫുഡ് സൈക്കിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡുകളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യൻസിന് വരുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലേ, ഓരോന്നും എത്രത്തോളമാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം നമ്മളതിലൊക്കെ കൂടുതൽ സീരിയൽസൊക്കെ നമ്മുടെ ഫുഡിൽ കൂടുതലാണ്. ചില വൈറ്റമിൻസിൻ്റെ പാർട്ടൊന്നും ചിലപ്പോൾ തീരെ കിട്ടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാം കൂടെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡ് പ്ലാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇൻക്ലൂഡ്സ് അലവൻസ് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്, റിവൈസ്ഡ് പീരിയോഡിക്കലി ബേസ്ഡ് ഓൺ ന്യൂ ഡാറ്റ, ഗൈഡ്സ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പോളിസീസ് ഓഫ് ഇന്ത്യ. ഇതൊക്കെയാണ് ICMR നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡയറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ എലമെൻസും ഇൻക്ലൂഡായിട്ട് നമ്മൾ ഒരു ഡയറ്റിനെ ഒരു ബാലൻസ്ഡ് ഫോർമാറ്റിലോട്ട് ആക്കുന്നതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക അല്ലേ. ബാലൻസ്ഡ് ഡയറ്റിൽ എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ഫുഡ് ഗ്രൂപ്പ്സിൻ്റെയും പ്രോപ്പർ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയൊക്കെ
വരാതെ അതെന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്? അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആൻഡ് എനർജി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ വെറൈറ്റി ഓഫ് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, അതായത് ഒരൊറ്റ ഫുഡ് തന്നെ നമ്മളോട് കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. വേരിയസ് ഫുഡുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ എത്ര പ്രൊപ്പോർഷനാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഓവറായത് ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ എല്ലാ ഫുഡും നമുക്ക് കഴിക്കാമെന്ന് പറയാറില്ലേ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഷുഗറൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി എന്തൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? സീരിയൽസ് ഉണ്ടായിരിക്കണം, പൾസസ് ഉണ്ടായിരിക്കണം, ഫാറ്റ് ആൻഡ് ഓയിൽസ് ഉണ്ടായിരിക്കണം. സീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈസ്, മീറ്റ്, അതുപോലെ വീറ്റ്, മെയ്സ്, അതുപോലെ ഓട്സ്, മില്ലറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ. അത് 50 to 80% ഓഫ് കാലോറീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പൾസസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാൻ എന്താ, പൾസസിലാണ് പ്രോട്ടീൻ ഉള്ളത് അല്ലേ. അപ്പോൾ പ്രോട്ടീനും അയൺ, വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പൾസസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? കാർബോഹൈഡ്രേറ്റ് കിട്ടി, പ്രോട്ടീൻ കിട്ടി, അയൺ കിട്ടി, വൈറ്റമിൻസ് കിട്ടി അല്ലേ. ഇനി എന്ത് കിട്ടണം? ഫാറ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് യൂസ് ചെയ്യൂലേ. അത് മെയിൻലി എന്താ, ഫാറ്റ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുക എന്നുള്ള രീതിക്കാണ് വെക്കുന്നത്. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഫാറ്റിനെ നമുക്ക് രണ്ട് രീതിക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ആനിമൽ ഫാറ്റ് ഉണ്ട്, വെജിറ്റബിൾ ഫാറ്റ് ഉണ്ട്. ആനിമൽ ഫാറ്റിൽ മെയിൻലി ബട്ടർ, ഗീ അതുപോലെയുള്ളതൊക്കെയാണുള്ളത്. അതിൽ മെയിൻലി ഹൈ എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ആണുള്ളത്. ഓക്കെ. ഇനി വെജിറ്റബിൾ ഫാറ്റ് ഉണ്ട് അല്ലേ. വെജിറ്റബിൾ ഫാറ്റിൽ ഏതൊക്കെയാണുള്ളത്? ഗ്രൗണ്ട് നട്ട് ഓയിൽ, അതുപോലെ കോക്കനട്ട് ഓയിൽ, അങ്ങനെ എന്താ വെജിറ്റബിൾ റിലേറ്റഡ് പാർട്ടിൽ നിന്ന് കിട്ടുന്ന സീഡ് ഓയിലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൺസിഡർ ചെയ്യാം അല്ലേ. അതിൽ മെയിൻലി കൊളസ്ട്രോൾ ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഫാറ്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഫാറ്റിൽ നിന്നും ഓയിലിൽ നിന്നും ഒക്കെ കിട്ടും. ഓക്കെ. ഇനി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. എന്തിനാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്? അതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ ലീഫി പാർട്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. നോൺ ലീഫി വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ റൂട്ട് ആൻഡ് ട്യൂബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടും അല്ലേ. അതുപോലെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിലൂടെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്തിലൂടെ കിട്ടുന്നുണ്ട്? ഫ്രൂട്ട്സിലൂടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സമയം സെല്ലുലോസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രൂട്ട്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഫൈബേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സിലൂടെ കിട്ടും അല്ലേ. ചില ഫ്രൂട്ടുകളൊക്കെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകളുണ്ട്. അപ്പം അതിലൂടെ നമ്മുടെ ബോഡിക്ക് ഫൈബറും എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ ഓരോ ഫുഡ് എലമെൻസിൽ നിന്നും നമുക്ക് ഇത്രയും പാർട്ടുകളൊക്കെയാണ് കിട്ടുന്നത്. ഇനി ഷുഗർ, ജാഗരി, ഹണി ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ മെയിൻലി ഗ്ലൂക്കോസ്, ഫ്രാക്ടോസ്, അയൺ, കാർബോഹൈഡ്രേറ്റ്, സെല്ലുലോസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നട്ട്സ് ആൻഡ് സീഡ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്, ഫാറ്റ്, ലോ ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻ ബിയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മിൽക്ക് നോക്കുകയാണെങ്കിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഐഡിയൽ ഫുഡായിട്ടാണ്. മിൽക്കിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. കാരണം അതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ എന്തിലുണ്ട്? മിൽക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്കിനെ നമ്മളൊരു കംപ്ലീറ്റ് ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഫിഷ്, മീറ്റ്, എഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് പ്രോട്ടീന്, അമിനോ ആസിഡ്, വൈറ്റമിനും ഫാറ്റൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ. ഇനി നമ്മുടെ കോമ്പോസിഷൻ ഓഫ് ബാലൻസ്ഡ് ആയിട്ട് നോക്കുമ്പം അതിൽ നമ്മുടെ അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം അല്ലേ. അതായത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ഫാറ്റ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ടായിരിക്കണം, ഫൈബേഴ്സ് ആൻഡ് വാട്ടർ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ എല്ലാ 5 ഫുഡ് ഗ്രൂപ്പ്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ആളുകൾക്കും ഒരേ രീതിക്കുള്ള ഡയറ്റാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അല്ല അല്ലേ. ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആളുടെ ഏജ് ഗ്രൂപ്പ്, അതുപോലെ ആളുടെ ആക്ടിവിറ്റി ലെവൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതായത് ഓവർ ആക്റ്റീവായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, ഈ സ്പോർട്സ് റിലേറ്റഡ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ആക്ടിവിറ്റി കുറച്ചുകൂടെ ഹൈ ആണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഫുഡ് അവർ കഴിക്കണം. അതുപോലെ ആക്ടിവിറ്റി ലെവൽ കുറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡുകളും ഇൻടേക്ക് ചെയ്യണം. ഓക്കെ.
ഇനി ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് പിരമിഡ് എത്ര ലെവലിലാണ് അത് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഡയഗ്രാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എസ്സേയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാറ്റ്, ഓയിൽ, സ്വീറ്റ്, ഷുഗറൊക്കെ നമുക്ക് 10% മാത്രമേ ആവശ്യമുള്ളൂ. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് 15%, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് 45%, അതിൽ തന്നെ വെജിറ്റബിൾ 25%, അതുപോലെ ഫ്രൂട്ട്സ് 20% ആണ് നമുക്ക് ആവശ്യം. ഗ്രെയിൻസ്, റൈസ്, അതുപോലെ പാസ്ത അങ്ങനെയുള്ള ബ്രെഡ് സംഭവങ്ങളൊക്കെ 30% നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രൊപ്പോർഷനിലാണ് ഓരോ ഫുഡും ഇൻടേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തരുന്ന ഒരു ഡയഗ്രാം എന്നുള്ളേക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മീൽ പ്ലാനിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് പിരമിഡ് ഹെൽപ്പ് ചെയ്യുക അല്ലേ. കാരണം നമുക്ക് ജസ്റ്റ് അത് നോക്കിയിട്ട് നമുക്ക് പറയാം ഓരോ മീലിലും നമ്മൾ എത്രത്തോളമാണ് ഓരോ കണ്ടൻറ്റും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സോഴ്സസ് ഓഫ് പ്രോട്ടീൻ ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് സെപ്പറേറ്റ് കൊടുത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. സോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻ്റെത് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി നമുക്ക് വരുന്ന. അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചിട്ട് പോവാം കേട്ടോ. ഇനി പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് വരുന്നത് എന്നുള്ളത് നോക്കാം. പ്രോട്ടീൻ മെയിൻലി നമ്മുടെ മസിൽസൊക്കെ ബിൽഡപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ മസിൽ വാസ്റ്റിങ്, അതുപോലെ ഫാറ്റിക്, വീക്ക്നെസ് അങ്ങനെയുള്ളതിലോട്ടൊക്കെ എന്ത് ചെയ്യാം, പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയാൽ നമ്മുടെ ബോഡി അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. അതുപോലെ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും ചിൽഡ്രൻസിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഓരോ പാർട്ട് പഠിക്കുമ്പോഴും എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിഷ്യൻസി എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാനും എളുപ്പമാണ് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ മെയിൻലി മസിൽ ബിൽഡപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതുപോലെ എനർജി പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിൽ. അപ്പം അത് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ബോഡി കാണിച്ചു തുടങ്ങും. കാഷ്യോർക്കർ, മരാസ്മസ് പോലെയുള്ള ഡിസീസസിലോട്ടും എന്ത് ചെയ്യും, അത് നയിക്കും. ഇനി സോഴ്സസ് ഓഫ് ഫാറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആനിമൽ ഫാറ്റ്, അതുപോലെ വെജിറ്റബിൾ ഫാറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പ്രൊവൈഡ് എനർജി ടു ദ ബോഡി, aids absorption of fat soluble vitamins, protect internal organs, help maintaining body temperature and support cell structure. ഇനി ഫാറ്റ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡി, അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് കാണപ്പെടും അല്ലേ. ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാവാം. അതുപോലെ ചില വൈറ്റമിൻസ് ഫാറ്റ് സോല്യൂബിൾ ആണ്, ചിലത് വാട്ടർ സോല്യൂബിൾ ആണ് അല്ലേ. അപ്പോൾ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഇൻടേക്കൊക്കെ കുറയും. അതുകൊണ്ട് തന്നെ പുവർ വൈറ്റമിൻ അബ്സോർപ്ഷൻ ഉണ്ടാകും. ഇമ്പയർഡ് ബ്രെയിൻ ഫങ്ഷൻസ് ആൻഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഇൻ ചിൽഡ്രൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് ഫാറ്റ് ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് നോക്കാം. സീരിയൽസ് ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഷുഗർ, സ്വീറ്റ്നർ, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലേ. ഇനി ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ എനർജിയുടെ മെയിൻ സോഴ്സ് വരുന്നത് എന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡക്ഷനൊക്കെ കാർബോഹൈഡ്രേറ്റ് ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താ, മെറ്റബോളിസം ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മുടെ ബോഡിയിലെ എനർജിക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, അതിൻ്റെ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തളർച്ചയൊക്കെ ഉണ്ടാവും അല്ലേ. അതുപോലെ എന്താ, കീറ്റോസിസ് ഫ്രം ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിരിക്കും. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും. കാരണം എന്താ, കാർബോഹൈഡ്രേറ്റ് മെയിൻലി ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതൽ വരുന്നുണ്ട് അല്ലേ. അതായത് ബൗൾ മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നമുക്കറിയില്ലേ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈനിലൊക്കെ നമ്മുടെ ബൗൾ മൂവ്മെൻറ്റൊക്കെ പോസിബിൾ ആക്കുന്നത് ഫൈബറാണ്. അപ്പോൾ അതൊക്കെ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് 3 ടൈപ്പാണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഫൈബർ അതിലൊരു ഘടകമാണ്. അപ്പോൾ ഫൈബർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം അല്ലേ. അതായത് വയറിന്ന് പോകാത്ത അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ഡൈജഷന് പ്രോപ്പറായിട്ട്, മൂവ്മെൻ്റ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെയുള്ളത് പ്രശ്നങ്ങളൊക്കെ വരാം. അതുപോലെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പെർഫോമൻസിനെയൊക്കെ അത് ബാധിക്കാം അല്ലേ. അതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടാവും, മസിൽ ക്രാംസൊക്കെ കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻ്റ് ആയാൽ നമുക്ക് കാണപ്പെടാം. ഓക്കെ,
ഇനി മിനറൽസിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ കാൽസ്യം ഫ്രം മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. അയൺ നമുക്ക് എവിടെ നിന്ന് കിട്ടുക? റെഡ് മീറ്റ് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നൊക്കെ അയൺ നമുക്ക് കിട്ടും. സിങ്ക് നമുക്ക് മീറ്റ് ആൻഡ് ലെഗ്യൂംസിൽ നിന്നൊക്കെ കിട്ടും. അയഡിൻ നമുക്ക് സോൾട്ട് സീ ഫുഡിൽ നിന്നൊക്കെ അയഡിൻ കിട്ടും. മെഗ്നീഷ്യം നമുക്ക് നട്ട്സ് ആൻഡ് സീഡ്സിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഓരോ മിനറൽസും ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഫങ്ഷൻസ് ഓഫ് മിനറൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോണിനെയും ടീത്തിനെയും ഒക്കെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം എന്ന് പറഞ്ഞ മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അയൺ ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? ഓക്സിജൻ, ബ്ലഡിൽ ഓക്സിജനെ ക്യാരി ചെയ്യാനൊക്കെ അയൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ടാണ് സിങ്കിൻ്റെ ഫംഗ്ഷൻ. റെഗുലേറ്റ് മെറ്റബോളിസാണ് അയഡിൻ്റെ ഫംഗ്ഷൻ. അസിസ്റ്റ് എൻസൈം ഫംഗ്ഷനാണ് മാഗ്നീഷ്യത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഓരോ മിനറൽസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ സോഴ്സസ് ആണ്. നമുക്കറിയാം വാട്ടർ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷൻ ലെവൽ, ടെമ്പറേച്ചർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം മെയിൻലി വാട്ടറിൻ്റെ സോഴ്സ് എന്താ? നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ സോഴ്സ്. പിന്നെ നമുക്ക് ചില ഫ്രൂട്ട്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. വെജിറ്റബിൾസിൽ നിന്നും ചെറിയൊരു എമൗണ്ടിൽ കിട്ടുന്നുണ്ട്. സൂപ്പ് അതുപോലെ മിൽക്കിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ട്. ഇനി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക, അതുപോലെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ. ചില വൈറ്റമിൻസ് ഒക്കെ എന്താണ്? വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അബ്സോർപ്ഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിന്, സ്വെറ്റ് അങ്ങനെയുള്ള മെത്തേഡുകളിലൂടെ വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജോയിൻസിലൊക്കെയുള്ള ലൂബ്രിക്കേറ്റ്സിന് വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂട്രിയൻസിനെയും അതുപോലെ ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു സെൽസ്. ന്യൂട്രിയൻസും ഓക്സിജൻസും ഒക്കെ സെല്ലിലോട്ട് ക്യാരി ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. വൈറ്റമിൻസ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഉണ്ട്. എ, ഡി, ഇ, കെ ഒക്കെയാണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. അത് സ്റ്റോർഡ് ഇൻ ബോഡി ഫാറ്റ്. ആൻഡ് അതിൽ വിഷനാണ്, ഇമ്മ്യൂൺ ഹെൽത്തിനും അതുപോലെ വിഷനും വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ബോൺ ഹെൽത്ത്, അതുപോലെ കാൽഷ്യം അബ്സോർപ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻറ്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലോട്ടിങ്, ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. ഓക്കെ, അപ്പോൾ എ, ഡി, ഇ, കെ ആണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ. ഓരോന്നിൻ്റെ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ആൻഡ് ബി കോംപ്ലക്സ് ആണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. അത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നില്ല? സ്റ്റോർ ചെയ്യുന്നില്ല. ഡെയിലി ഇൻടേക്കിനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സി എന്ന് പറഞ്ഞ വൈറ്റമിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ സ്കിൻ ഹെൽത്തിനൊക്കെയാണ് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത്. ബി കോംപ്ലക്സ് നോക്കുകയാണെങ്കിൽ എനർജി പ്രൊഡക്ഷനും ബ്രെയിൻ ഹെൽത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അത് എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻസ് യൂറിനിലൂടെ എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാം. ഓക്കെ, അതായത് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, ഈ വൈറ്റമിൻസിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ലൈഡ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. ഇനി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ന്യൂട്രീഷൻസ് ഒക്കെ നമുക്ക് ഡെയിലി ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്. പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡിസീസാണ് ക്യാഷ്യോർക്കർ. ഓക്കെ, ക്യാഷ്യോർക്കർ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളുടെ ഗ്രോത്തൊക്കെ ഡിലേ ചെയ്തിട്ട് വയറൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, പോരാത്തതിന് അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി B1 എന്ന് പറഞ്ഞ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ബെറി. നയാസിൻ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ അയൺ ഡെഫിഷ്യൻസി മൂലം മരാസ്മസ് ഉണ്ടാകുന്നുണ്ട്. അയൺ ഡെഫിഷ്യൻസി മൂലം അനീമിയ ഉണ്ടാകുന്നുണ്ട്. വൈറ്റമിൻ എ ഡെഫിഷ്യൻ്റ് ആയാൽ നമുക്കറിയാമല്ലേ, കണ്ണിൻ്റെയൊക്കെ കാഴ്ചയുടെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ.
അത് നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനൊക്കെ എന്ത് ചെയ്യാം കാരണമാവാം. അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ ഉണ്ടാവാം, കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് ഉണ്ടാവാം, വൈറ്റമിൻ സി ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ സ്കർവി ഉണ്ടാവാം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഒസ്റ്റീരിയോപൊറോസിസ്, റിക്കറ്റ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡിസീസസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് റെഫർ ചെയ്യാം കേട്ടോ. ഞാനൊരു മിനിമം ലെവലിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, PPT-യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ PPT വലിയൊരു PPT ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് കൂടെ റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.